സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അതില്ലാത്ത സഭ ബൈബിളിന്റെ സഭയല്ല. കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്ക 2 മാതാവിന്റെ മുഖം. യേശു മരിച്ചപ്പം അവസാനം ലൂക്ക 23 കണ്ടത് മാതാവിന്റെ മുഖം. അപ്പോസ്തലപ്രവൃത്തി 1:15 യേശുവിനെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ. ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞവന്മാര് മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട്. ക്രിസ്തീയ വിശ്വാസികൾ അനുകരിക്കണം എന്ന് പുതിയ നിയമം വ്യക്തമാക്കി തരുന്ന 2 വ്യക്തിത്വങ്ങൾ യേശുവും പൗലോസും മാത്രമാണ്. യേശുവിനെയാണ് പ്രഥമമായും ക്രിസ്ത്യാനികൾ വിശ്വസിക്കേണ്ടതും അനുകരിക്കേണ്ടതും, മറിയത്തെയല്ല. എന്നാൽ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയവും നമുക്ക് മാതൃകയാണ്. മറിയത്തിൻ്റെ വ്യക്തിത്വവും മറിയത്തിന് വിശ്വാസികളുടെ സമൂഹത്തോടുണ്ടായിരുന്ന വിധേയത്വവും അനുകരണീയമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് അനുകരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, ദൈവത്തിന് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ മറിയം സ്വയം ഒരുക്കിക്കൊണ്ടിരുന്നു. മറിയം ദൈവഹിതത്തോട് വിധേയത്വമുള്ള ആളായിരുന്നു. മറിയം പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും ദൈവമഹത്വത്തിനായുള്ള അവസരമാക്കി തീർത്തു. മറിയം ദൈവഹിതത്തിന് സ്വയം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. നാമും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മറിയത്തിന് ആഴമായ വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിനാൽ മറിയം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രത്യാശയോടെ കാത്തിരുന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അവൾ ഭാഗ്യവതിയായി. സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് ദൂതൻ പറഞ്ഞപ്പോഴും മറിയം എളിമയോടെ സ്വയം ദാസിയായി അംഗീകരിക്കുകയും യേശുവിൻ്റെ കർത്തൃത്വം സ്വീകരിക്കുകയും ചെയ്തു. മറിയം ദൈവവചനം അനുസരിച്ചു യേശുവിനെ സ്വീകരിക്കുകയും ലോകത്തിന് നൽകുകയും ചെയ്തു. യേശുവിനെ പ്രതി അപമാനവും കഷ്ടങ്ങളും സഹിച്ചു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒതുങ്ങി ജീവിച്ചു. മറിയം വളരെയധികം സേവന സന്നദ്ധതയുള്ള ആളായിരുന്നു. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ 3 മാസത്തോളം അവളോടുകൂടെ താമസിച്ചു. മറിയം യേശുവിനു വേണ്ടി അന്വേഷണം നടത്തി. വൈകിയാണെങ്കിലും യേശു കൂടെയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനായി അന്വേഷിച്ചു. യേശുവിലേക്ക് തിരിച്ചുപോയി പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പ്രതിസന്ധികളിൽ എല്ലാം സമചിത്തതയോടെ ക്ഷമിച്ചു, സഹിച്ചു. തൻ്റെ പുത്രനെ കൊന്നവർക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. ശിഷ്യരുമൊത്ത് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇങ്ങനെ വിശ്വാസികൾക്ക് മാതൃകയായ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അനുകരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പുകഴ്ത്താനും വന്ദിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവപ്രമാണമില്ല. നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ ഇത്തരം നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിനായിരിക്കണം, അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ ആയിരിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.